നിങ്ങൾ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കണം. നിങ്ങൾ ജയിക്കുമോ തോക്കുമോ എന്നുള്ള രണ്ടാമത്തെ. മത്സരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ മനസ്സിലൊരു ഭാവന ഉണ്ടാവണം. ഒരു കാര്യം, എല്ലാ ആൾക്കാരും അപേക്ഷയായിട്ട് നിങ്ങൾ വന്നോ ഞാൻ ശരിയാക്കി തരാം എന്നല്ല നമ്മൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത്. എന്തിനാണ് അവർ വരുന്നത്? പഞ്ചായത്ത് അപേക്ഷ കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത്. അപേക്ഷ കൊടുക്കണമെന്ന് എവിടെയാണ് നിയമം? അയാൾക്ക് പെൻഷൻ ആയി 60 വയസ്സായി, അയാൾക്ക് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാം. നിങ്ങൾ അയാളെ സഹായിക്കാനുള്ള ആളല്ലേ. നിങ്ങൾക്ക് അവിടെ പോയി അപേക്ഷാ ഫോറം ഒപ്പിട്ട് മേടിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. ഇന്ന രേഖ തന്നു, ഞാനിത് പഞ്ചായത്തിൽ കൊണ്ടുപോയിക്കോളാം, പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം വേണം, ഞാനത് അംഗീകാരം മേടിച്ചോളാം, നിങ്ങൾക്ക് പെൻഷൻ കിട്ടിക്കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളോടുണ്ടാകുന്ന ഒരു കാര്യം എന്നാ, അയാൾക്ക് വേണ്ടി ആ ജോലി ചെയ്യാനാണ് അവർ നിങ്ങളെ തിരഞ്ഞെടുത്തത് അല്ലേ. അല്ല അവിടെ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് അപേക്ഷ ചെയ്യുക, ഇന്ന രേഖകളുമായിട്ട് വാ. ഈ 60 വയസ്സായ ആൾ അവരെ 3 പ്രാവശ്യം നടത്തിക്കുന്നു. സീനിയർ സിറ്റിസൺ എന്നാണ് നമ്മൾ 60 വയസ്സ് കഴിഞ്ഞവരെ വിളിക്കുന്നത് അല്ലേ. അവരെ 3 or 4 പ്രാവശ്യം നടത്തിപ്പിക്കുന്ന പഞ്ചായത്ത് മെമ്പർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയേ ചെയ്യരുത്. അത് നിങ്ങളുടെ ജോലിയല്ല, അവരെ സഹായിക്കലാണ് നിങ്ങളുടെ ജോലി. ഇനി നിങ്ങളവിടെ പഞ്ചായത്തിലൊരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ അതിന് അർഹതയുള്ള ആരൊക്കെയെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളുടെ വാർഡിൽ ആർക്കൊക്കെയാണ് അത് കിട്ടാൻ അർഹതയുള്ള ആൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ വാർഡിൽ കൂടെ പോയെങ്കിൽ സാധാരണഗതിക്ക് ഇലക്ഷന് 2 പ്രാവശ്യം വീട് കയറിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ? അത് നിങ്ങളുടെ ഒരു ജോലി ആയിരിക്കണം. ഞാൻ പറഞ്ഞത് ആ വാർഡിൽ എത്ര വീടുകളുണ്ട്, ഓരോ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, അതിൽ ആണെത്രയുണ്ട്, പെണ്ണെത്രയുണ്ട്, അതിൻ്റെ അത് വിദ്യാർത്ഥി എത്രയുണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാർ എത്രയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റുമല്ലോ. ഇപ്പം നമുക്ക് ലാപ്ടോപ്പ് വേണ്ട, സാധാരണ ഈ ഫോൺ പോലെ ആ ഫോണിൽ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തണമെങ്കിൽ, ഒരു പദ്ധതിക്കുള്ള ആൾക്കാരെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ അർഹത ആളോട് അപേക്ഷ വെക്കാൻ പറഞ്ഞാൽ മതി. അയാളോട് നമ്മൾ അപേക്ഷാ ഫോറം മേടിച്ചാൽ മതി. അയാളുടെ അപേക്ഷ ഗ്രാമസഭയിൽ മാർക്കിട്ട് നമ്മൾ കൊണ്ടുചെല്ലുമ്പോൾ ഏറ്റവും അർഹതയുള്ളവർ കിട്ടും. ഒരാവശ്യമില്ലാത്തവനെ കൊണ്ട് അപേക്ഷ വെക്കാൻ പറഞ്ഞ് 1000 ഫോം അടിച്ച് ആ നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അർഹതയുള്ളവൻ അപേക്ഷ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, പഞ്ചായത്തുകൾക്ക് സർക്കാർ കുറച്ച് പണം തരും അല്ലേ, അത് നമുക്കറിയാം. ഓരോ ബഡ്ജറ്റിലും വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പഞ്ചായത്തിന് എത്ര കിട്ടി? 5 കോടി അല്ലെങ്കിൽ 10 കോടി രൂപ നിങ്ങളുടെ പഞ്ചായത്തിന് കിട്ടുന്നുണ്ട്. ഓരോ വർഷം കിട്ടുന്നുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞ പഞ്ചായത്തിന് 5 കോടി കിട്ടുന്നുണ്ട്. വലിപ്പത്തിനനുസരിച്ച് ജനസംഖ്യയ്ക്ക് അനുസരിച്ച് അത് 10 കോടി മുകളിൽ കിട്ടുന്ന പഞ്ചായത്തുകളുമുണ്ട്. ഇനി അത് മാത്രമല്ല, പഞ്ചായത്തിൻ്റെ വരുമാനം എന്നൊക്കെയാണ്. അത് മാത്രമല്ല, ഈ ബഡ്ജറ്റിൽ കിട്ടുന്ന തുക മാത്രമല്ല, നിങ്ങളുടെ പഞ്ചായത്തിലെല്ലാം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. അത് എത്ര ആൾക്കാർ അതിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള അനുസരിച്ച് മറ്റെല്ലാ പദ്ധതികളിൽ നിന്നും തൊഴിലുറപ്പ് പദ്ധതികളുടെ വ്യത്യാസം എന്നാണ്. മറ്റെല്ലാ പദ്ധതികൾക്കും നമ്മൾ ആദ്യം ഫണ്ട് വെക്കും. ആ ഫണ്ടിനനുസരിച്ച് പദ്ധതി ഉണ്ടാക്കും അല്ലേ. തൊഴിലുറപ്പ് പദ്ധതിയിൽ എത്ര ആൾക്കാർ തൊഴിൽ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്, അവർ 100 ദിവസം തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള പണമാണ്. അതായത് മുൻപ് തുക നീക്കി വെക്കുകയല്ല, എത്ര പണി ചെയ്തു അത്രയും തുക കൊടുക്കുക. അതൊരു വലിയ സംഭവമാണ്, സാധാരണ പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ തൊഴിലുറപ്പ് പദ്ധതിയിലും 3-4 കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞത്. അതായത് നിലവിൽ പഞ്ചായത്തുകളുടെ ആസ്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ പഞ്ചായത്ത് സംവിധാനങ്ങൾ നിലവിൽ വന്നപ്പം അതിനൊരു ധനകാര്യ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ ധനകാര്യ കമ്മീഷൻ സംസ്ഥാന സർക്കാർ പിരിക്കുന്ന മുഴുവൻ പണവും അതിൽ പഞ്ചായത്തുകൾക്ക് കൈമാറിയിരിക്കുന്ന വകുപ്പുകളും ഒക്കെ നോക്കിയിട്ട് ഇത്ര തുക കൊടുക്കാൻ പറയും. അത് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. അങ്ങനെ 4 തരത്തിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ പൈസ വരുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ ആകാനിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ആ പൈസ ചിലവാക്കാൻ നിങ്ങളുടെ ആവശ്യമില്ല. അത്രയും പൈസ കിട്ടിക്കഴിഞ്ഞ് ചിലവാക്കാൻ സെക്രട്ടറിയോടോ അവിടുത്തെ ഉദ്യോഗസ്ഥരോടോ പറഞ്ഞാൽ നടക്കും. നമ്മൾ പറയുന്നത് പണം കുറവാണ്, പഞ്ചായത്ത് വികസന പ്രവർത്തനം നടത്താൻ പണം കുറവാണ് അല്ലേ. ഇപ്പോൾ ജനങ്ങളുടെ സഹകരണത്തോടെ ഈ നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാം, അതിന് നമുക്കൊരു സീഡ് മണി അല്ലെങ്കിൽ ഒരു കരുതൽ ധനമായി ഇതിനെ എടുക്കുകയും അവരുടെ സഹായത്തോടു കൂടി ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുമായിരുന്നു. ആദ്യം നമ്മൾ ഈ കേരളത്തിലെ ജനകീയ ആസൂത്രണത്തിൻ്റെ കാലത്തൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് അല്ലേ, ഗുണഭോക്തൃ സമിതി രൂപീകരിച്ചാണ് നിങ്ങളുടെ നാട്ടിലെ വഴി പണിയുന്നത്. അപ്പോൾ ഗുണഭോക്താക്കൾക്ക് തന്നെ പണിയാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പരാതി ഇതുണ്ടാവും, നമുക്ക് അത്രയൊന്നും സാങ്കേതിക മികവില്ല എന്ന്. ഗുണഭോക്തൃ വിഹിതം നീക്കി വെച്ച് ജോലി ചെയ്യും. ഇപ്പം സാറ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ വൈദ്യുതി ഇല്ലായിരുന്നു. ഒരു വീട്ടിലും വൈദ്യുതി ഇല്ല. KICBയുടെ ലൈൻ 30 കിലോമീറ്റർ അകലേ ഉള്ളൂ. ഞങ്ങൾ സ്വന്തമായി ഒരു പദ്ധതി ഉണ്ടാക്കി, വൈദ്യുതി ഉണ്ടാക്കി വിതരണം ചെയ്തു. അതിന് മാത്രം പൈസയില്ല. ഞങ്ങൾക്ക് അന്ന് 40 ലക്ഷം രൂപയാണ് ഒരു വർഷം
പദ്ധതി വിഹിതം കിട്ടുന്നത്. അപ്പം ഇത് പോസ്റ്റ് ഞങ്ങൾ 11 kV ലൈൻ വലിച്ച് ടൗണിൽ വരെ കൊണ്ടുവന്നു. പക്ഷേ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ സപ്ലൈ ലൈൻ വലിക്കണം, പഞ്ചായത്തിന് പൈസ ഇല്ല. അപ്പോൾ ആൾക്കാർ എന്നാ പറഞ്ഞു, ഞങ്ങൾ പോസ്റ്റും കമ്പിയും മേടിക്കാം. അവർ മേടിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇത് വേണം, നമ്മൾ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ ചെയ്തിരിക്കുന്നത് നോക്കാൻ. അങ്ങനെ ഇവർ സ്ഥാപിക്കുന്നു, ഞങ്ങൾ കണ്ടു കൊടുക്കുന്നു. അപ്പോൾ അത് 1,15,00,000 രൂപ ചിലവ് വന്ന പദ്ധതിയിൽ 20 ലക്ഷം രൂപയും നാട്ടുകാരുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് അത് ചെയ്യാൻ കഴിയും. എന്താ കാര്യം? അവർക്ക് ആ വിഷയം വേണം, വൈദ്യുതി വേണം. അതിപ്പം നിങ്ങളുടെ വീട്ടിൽ 2 ദിവസം കറണ്ട് പോയാൽ നിങ്ങൾ അന്നേരത്തേക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുമല്ലോ, ഇൻവെർട്ടർ മേടിക്കുന്നതിനെക്കുറിച്ചോ വേറെ എന്തെങ്കിലും ആ വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ അതാണ് ഒരു വികസന പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാവേണ്ട കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് എന്താണ് ആവശ്യം, വികസന ആവശ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റണം. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പോരാ, അത് നിങ്ങളുടെ ജനങ്ങളെ അവിടുത്തെ വാർഡിലെ പൗരന്മാരെ ബോധ്യപ്പെടുത്തുകയും അവരത് ഗ്രാമസഭയിൽ ആവശ്യങ്ങളായി ഉന്നയിക്കുകയും ചെയ്യണം. ഞാനല്ല കണ്ടുപിടിച്ച് ഞാൻ പറയുക എന്നുള്ളതല്ല, അവരുടെ ആവശ്യമായി ഏറ്റെടുത്താൽ മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം നമുക്ക് പലപ്പോഴും ഉള്ളൊരു വിഷയം എന്നാ, ഇത്രയും പണം കണ്ടെത്താൻ കഴിയുമെന്നുള്ള. എത്രയും പണം കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷമോ 10 ലക്ഷമോ മുടക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അത് കടം മേടിച്ചാണെങ്കിൽ നിങ്ങൾ മുടക്കും. അതിനേക്കാൾ വലുതായിരിക്കില്ല ആ നാട്ടിലെ ഒരു വികസന ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ എത്ര മോളെ കെട്ടിക്കുന്ന തുക വേണമെങ്കിലും നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിലെ പള്ളിയുടെ അമ്പലത്തിൻ്റെ ഒരു വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് വലിയ അഭിമാനമാണ്. ഞാൻ ഹിന്ദു ആണെങ്കിൽ എൻ്റെ ക്ഷേത്രം കണ്ട ഇത്രയും വലിയ ഇതുണ്ട്, അതിന് ഓഡിറ്റോറിയം ഉണ്ട്, സംവിധാനമുണ്ട്. ഇതെല്ലാം ദൈവം തന്നാണോ? അല്ല, നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ട് തന്നെ ഉണ്ടായത് അല്ലേ? ആ പള്ളിയുടെ സ്വത്തും എല്ലാം നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ട് ഉണ്ടായത്. അപ്പോൾ അത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം മോക്ഷം കിട്ടാൻ വേണ്ടി കൊടുത്ത പൈസയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ദാരിദ്ര്യമില്ലാതാക്കാൻ വേണ്ടി അതിന് തുക കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ കഴിയല്ലേ? പക്ഷേ നമ്മൾ ആ ഒരു രീതി ചിന്തിക്കുന്നില്ല. നമ്മൾ ഓർക്കുന്നത് അത് കൊടുത്തത് പഞ്ചായത്ത് മെമ്പർക്കാണ്, അവനെ അടിച്ചുകൊണ്ട് പോകും, അല്ലെ പ്രസിഡന്റ് സെക്രട്ടറി കൊണ്ട് പോകും, അങ്ങനെ എൻ്റെ പൈസ കളയാനില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ തന്നെയാണത് ചെയ്യുന്നതെങ്കിലോ ആ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ നാട്ടിലെ എന്ത് വികസന പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് ഓരോ പഞ്ചായത്തിലെയും വികസന സാധ്യതകളെക്കുറിച്ച് പറയാൻ എനിക്കറിയത്തില്ല. നിങ്ങളുടെ പഞ്ചായത്തിലെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ലോ. പക്ഷെ നിങ്ങൾക്കറിയാം എന്താണ്. ഇപ്പം മിക്കവാറും പഞ്ചായത്തുകളിൽ തരിച്ചിട്ടിരിക്കുന്ന കൃഷിഭൂമി എന്തുവരെ ഉണ്ടാവും, എല്ലാ പഞ്ചായത്തിലും ഉണ്ട് അല്ലേ? വെള്ളക്കെട്ടായിട്ട് കിടക്കുന്നു, വയലായി കിടക്കുന്നു, വയൽ കരയായി നികത്താൻ പറ്റത്തില്ലാത്ത നിയമമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഉപേക്ഷിച്ചിട്ടിരിക്കുക. കുറേശ്ശെ മണ്ണിട്ട് കുറേ കാലം കൊണ്ട് നികത്തിയെടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലിട്ടിരിക്കുക. ഇനി അവിടെ ഒരു പദ്ധതിക്ക് സാധ്യതയില്ലേ? ആ വെള്ളക്കെട്ടിൽ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? കേരളത്തിൽ ആവശ്യമുള്ളിടത്തോളം മീൻ ഇവിടുത്തെ കടലിൽ നിന്ന് പിടിക്കുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ കായലിൽ നിന്ന് അത്രയും മീൻ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇത് മംഗലാപുരത്തു നിന്നും അല്ലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു ദിവസം ഇവിടെ വരുന്നത് എത്ര ടൺ മീനാണ്? ഈ ഞാൻ പറഞ്ഞ മീൻ വെള്ളത്തിൽ അവിടെ നിങ്ങൾക്ക് അവിടെ സാധ്യതയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അവിടെ ശുദ്ധജലമില്ല. ഇത് ഇപ്പോൾ സാറ് വായിക്കാൻ പോകുന്ന കാര്യത്തിൽ കുടിവെള്ള വിതരണം ആരുടെ ജോലിയാണ്? പഞ്ചായത്തിൻ്റെ ജോലിയാണ്. പിന്നെ എന്തിനാ ഈ വാട്ടർ അതോറിറ്റി വലിയ പൈപ്പുമായിട്ട് വരുന്നത്? ഇപ്പോൾ ഇത് എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ കേരള കോൺഗ്രസ് ശക്തമായ പഞ്ചായത്തുകളിലെല്ലാം HD പൈപ്പ് കണ്ടുപോകാൻ കിടക്കുന്നതാണ്. എന്താണെന്നറിയോ? കേരള കോൺഗ്രസിൻ്റെ ആളാണ് ഇപ്പോഴത്തെ ജലസേചന വകുപ്പ് മന്ത്രി. അപ്പം ആ പഞ്ചായത്തുകളിൽ കൂടുതൽ ആൾക്കാരെ പാർട്ടിയിലേക്ക് അനുകൂലമാക്കാൻ വേണ്ടി അവിടെ പൈപ്പിടുക. ഇത് പഞ്ചായത്തിനെ ഏൽപ്പിച്ച ജോലിയല്ലേ, അത് ഞങ്ങൾ ചെയ്തോളിയല്ലേ എന്ന് ചോദിക്കാൻ ഒരു പഞ്ചായത്തും തയ്യാറാകുന്നില്ല. എന്താ കാര്യം? ഞങ്ങളുടെ 2-3 പഞ്ചായത്തുകൾ ഇങ്ങനെ കണ്ടമാനം പൈപ്പ് ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ ഒരു പഞ്ചായത്ത് മെമ്പറെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ജില്ലാ കളക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ പൈസ മുടക്കുന്ന പദ്ധതിയാണ്, നിങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞു. ജില്ലാ കളക്ടർക്ക് അങ്ങനെ പറയാൻ വല്ല അധികാരമുണ്ടോ? അത് പഞ്ചായത്തിൻ്റെ ചുമതലയാണ്. അവർക്ക് അവരുടെ പദ്ധതി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അവർ ചെയ്തിട്ടും കാണും ഒത്തിരി പദ്ധതി അല്ലേ? പക്ഷേ അതിന് മുകളിൽ കൂടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവന്ന് പൈപ്പിട്ട് എല്ലാവർക്കും ഇത് കൊടുക്കാൻ പോവാം. കുറച്ച് കഴിയുമ്പം അതിൻ്റെ അകത്തൊരു യൂസർ ഫീസ് പിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പം നിങ്ങൾ കോർപ്പറേഷനിലെ പോലെ വാട്ടർ ചാർജ് ഈടാക്കും. അതായത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ഈ മനുഷ്യൻ്റെ ഈ നികുതി കൊടുക്കാൻ നിർവാഹമില്ലാത്തവൻ്റെ പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കൊണ്ടുവരുന്ന ഓരോ പദ്ധതികളാണ്. എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രീകൃത പദ്ധതികളെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത്, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മൾ അത് തന്നെ ചെയ്യുവാണ്, കേന്ദ്രീകൃത പദ്ധതികൾ തന്നെ നടപ്പിലാക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പദ്ധതി? ഇപ്പം നിങ്ങൾ തൊഴിലുറപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലേ? ഇങ്ങനെയൊന്നും അല്ല നടത്തേണ്ടത്. എന്താണ്? അതൊരു കേന്ദ്രീകൃത പദ്ധതിയാണ്.
അപ്പോൾ അവരതിനകത്തൊന്നും വിട്ടുവീഴ്ച വരുത്താൻ പറ്റുന്നില്ല. ഗ്രാമവികസനം ആരുടെ ജോലിയാണ്? പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്തിൻ്റെ ജോലിയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ പണം കൊടുത്തിട്ട് ഇത്ര തൊഴിലവസരം അവിടെ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതല്ല, എൻ്റെ പൈസ ഞാൻ പറഞ്ഞ പോലെ ചിലവാക്കണം എന്ന് മുകളിലുള്ള സർക്കാരുകൾക്ക് തോന്നുന്നതാണ് കുഴപ്പം. പക്ഷേ ഏതെങ്കിലും പഞ്ചായത്ത് ഒരു പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടോ തൊഴിലുറപ്പിൻ്റെ പണം ഞങ്ങൾക്ക് തന്നാൽ മതി, ഇവിടെ തൊഴിൽ സൃഷ്ടിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും പഞ്ചായത്തുകൾ സംസ്ഥാന സർക്കാരിനോട് പാവപ്പെട്ടവൻ വീട് പണിയാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പണം കൊണ്ട് വീട് പണിയാൻ അറിയാം, അതിന് സംസ്ഥാന സർക്കാർ വല്ല സഹായം തരുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഫണ്ടിലേക്ക് തന്നാൽ മതി എന്ന് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ EMS ഭവന പദ്ധതിയും ലൈഫ് മിഷൻ പദ്ധതിയും നടത്തിയില്ല, പഞ്ചായത്തിനെ പിരിച്ചുവിടുമെന്ന് ഭയന്നായിരിക്കുന്നത്. അങ്ങനെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് പഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ബോധമുള്ളവരാക്കി ആ പഞ്ചായത്തിലെ ജനങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. അതിന് മാറ്റാൻ നിങ്ങൾക്ക് കഴിവുള്ളവരാകാൻ കഴിയുമെന്ന് ബോധ്യമില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ മത്സരിക്കാൻ പോകരുത്.